അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നിങ്ങളോട് കുറച്ച് വർത്തമാനങ്ങൾ പറയാമെന്ന് വിചാരിച്ചു വന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നിൽ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ചിന്തകള്. അതിലൂടെ എനിക്ക് ഒരുപാട് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അത്തരം ചിന്തകള് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മുടെ റമദാൻ മാസമാണ്. അപ്പോ നല്ല ദിവസങ്ങളാണ്. റമദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഒരു ഒരു പരിശീലന കളരി എന്ന രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയതും നമ്മുടെ അനുഭവം അങ്ങനെ തന്നെയാണ്. അപ്പൊ തീർച്ചയായും ഈ ഒരു ചിന്തയും നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടും. അത് ഈ ഒരു മാസം മുതൽ, അത് ഇന്ന് ചെയ്തു ഇന്നത്തേക്ക് നമുക്ക് മാറ്റാൻ പറ്റുമെന്നൊന്നുമല്ല കേട്ടാ. പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മളെ മാറ്റാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള പ്രായമായിട്ടുള്ള ആളുകൾ, നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. പലപ്പോഴും അവരുടെ സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ എന്താണ് ഇവരിങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പലപ്പോഴും യങ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുകിൽ വിഷമം ഉണ്ടാക്കും, അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ദേഷ്യം കാണിക്കുന്ന സ്വഭാവ മാറ്റങ്ങൾ പ്രായമുള്ള ആളുകളിൽ ഉണ്ടാവാറുണ്ട്. ചിലപ്പം ഒരു പ്രായം കഴിയുമ്പം ആളുകളിൽ ഉണ്ടാവുന്നത് ഭയങ്കര ദേഷ്യമായിരിക്കും. ദേഷ്യം അതിന്റെ കടുത്ത അവസ്ഥയിലായിരിക്കും. അതുമല്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും. ഏതൊരു സംഗതി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും അത് കേൾക്കൂല. അതിപ്പോ ഭക്ഷണം കഴിക്കുന്ന കാര്യമായാലും, ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ എന്താണ്, അതൊരു വാശിയായിരിക്കും. അതുമല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോടൊന്നും ഇണങ്ങൂല. ഞാൻ ഇന്ന സാഹചര്യത്തിലാണ് ഉള്ളത്, അപ്പൊ പിന്നെ ഇതിങ്ങനെ പോണം എന്നൊന്നും മനസ്സിലാക്കൂല. ആ സാഹചര്യങ്ങളോട് ഇണങ്ങാതെ ഉണ്ടാവും. അതിനെതിരെ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുക, മുഖം വീർപ്പിക്കുകയൊക്കെ ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ എന്താണ്, മക്കളോട് ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് ആയിരിക്കും. എന്നും കംപ്ലൈനിങ് ആയിരിക്കും. അതായത് ഇപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ മറ്റേ ആളെ കുറിച്ചിട്ട്, രണ്ടാമത്തെ ആൾ വന്നാൽ മൂന്നാമത്തെ ആളെ കുറിച്ചിട്ട്, അങ്ങനെ. ഞാൻ പറയുന്നത്, ഈ നമ്മൾ വിചാരിക്കും ഇത് ഇവർക്ക് പ്രായമായപ്പം വന്ന സ്വഭാവ മാറ്റങ്ങളാണ് എന്ന് നമ്മൾ വിചാരിക്കും. യഥാർത്ഥത്തില് ഞാൻ മനസ്സിലാക്കിയപ്പോ എനിക്ക് കിട്ടിയ ഒരു പാഠം എന്താണെന്ന് വെച്ചാല്, അത് നേരത്തെ അവരിലുള്ള സ്വഭാവ വൈകല്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വഭാവ വൈകല്യം അവരിലുണ്ട്. അത് ഒരു സമയത്ത് അവർ മാറ്റാനോ അതെന്നിൽ നിന്ന് ഒഴിവായി പോകണമെന്നോ അവർ ആഗ്രഹിച്ചിട്ടില്ല, അതിന് പരിശ്രമിച്ചിട്ടുമില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെ ആ സമയത്ത് എന്താണ്, ഈ പറഞ്ഞ ഉള്ളിലുള്ള ഈ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പുറത്തു വന്നിട്ടുണ്ടാവും. അപ്പൊ അവർ വളരുമ്പോ എന്തായി, അവരോടൊപ്പം ഈ പറഞ്ഞ സ്വഭാവ വൈകല്യങ്ങൾ അങ്ങനെ വളരുകയാണ്. അത് പ്രായമാവുമ്പോൾ അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ ഈ പ്രായമായവരെ നോക്കുക എന്ന് പറയുമ്പോൾ ആ പ്രായമായവരെ മാറ്റാനോ അവരെ പഠിപ്പിക്കാനോ ശ്രമിക്കരുത്. അവരിൽ മാറ്റം വരുത്തുക, അവരെങ്ങനെങ്കിലും മാറട്ടെ എന്നതിന് നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നമ്മളിലേക്ക് നോക്കുക. ഈ പറഞ്ഞ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സ്വഭാവ വൈകല്യങ്ങളൊക്കെ നമ്മളിലും ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വാശിയായിരിക്കും. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു പിണക്കം, ഇപ്പൊ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാല് ആദ്യം അങ്ങോട്ട് പോയി മിണ്ടുക എന്ന് പറയുന്നത് ഒന്ന് താഴ്ന്നു കൊടുക്കാനൊന്നും വേഗം റെഡി ആവില്ല. അങ്ങനത്തെ സ്വഭാവം ഉണ്ടാവും. അതായത് ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ടൊരു സലാം പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിലൊന്ന് പോട്ടെ എന്ന് ഒരു മനോഭാവം കാണിക്കൂല. പിന്നെയോ അവിടെ ഒന്ന് വാശി പിടിച്ചിക്കുക. അങ്ങനെ ഇപ്പം വേണ്ട, ഓൾ ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ ഓൻ ഇങ്ങോട്ട് വരട്ടെ എന്ന ഒരു വാശി കാണിക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് വൃത്തിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ എന്താണ്, വൃത്തിയാക്കി വെച്ചിരിക്കുന്നിടത്ത് മക്കൾ വന്നാലും പ്രശ്നം, ആര് വന്നാലും പ്രശ്നം. ഇനി ഈവൻ നമ്മുടെ ഭർത്താവ് വന്നാൽ പോലും എന്താണ്, ഒന്ന് ഒച്ചപ്പാടാക്കി പോവാ, ഒന്ന് ദേഷ്യം പിടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്, പ്രായമാവുമ്പം ഇതിന്റെ ലെവലൊക്കെ മാറും. അതായത് സ്വന്തം വിരിപ്പിൽ ഒരാൾ ഇരുത്താനോ തൊട്ടടുത്ത ഒരാൾ ഇരിക്കാനോ പോലും സമ്മതിക്കാത്തൊരവസ്ഥയൊക്കെ വരും. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങളോട് വല്ലാതെ മുഖം തിരിക്കുക. ഈ ഭക്ഷണം ഒന്നും ഞാനത് കഴിക്കേ ചില, എങ്ങനെ വന്നാലും എനിക്ക് ഇറങ്ങൂല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതൊക്കെ എന്താവുന്നറിയോ, പ്രായമാവുമ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഭക്ഷണം മാത്രമായിരിക്കും കഴിക്കേണ്ടി വരിക. അപ്പൊ നമ്മൾ എന്താവും, അതില് പിന്നെ പറ്റൂല, അത് കഴിക്കൂല. എങ്ങനെ പോയി കഴിഞ്ഞാലും കഴിക്കാൻ പറ്റൂല. നമ്മൾ അതിന്റെ ദേഷ്യങ്ങളൊക്കെ ആരോട് കാണിക്കും, നമ്മുടെ മക്കളോട് കാണിക്കും.
നമ്മുടെ മക്കളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്ന സ്വഭാവം ഉണ്ടാവും. അതായത് കുഞ്ഞു മക്കളായിരിക്കും, ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. എങ്ങനെ ഒരു ഒരു സംഭാഷണം ആരംഭിക്കുമ്പോഴേക്കും അവർക്ക് മക്കളെ കുറിച്ചിട്ടുള്ള കംപ്ലൈന്റ് ആയിരിക്കും. അത് ചെറിയ ആളായാലും വലിയ ആളായാലും ഒക്കെ എന്താണ്, കംപ്ലൈന്റ് ആയിരിക്കും. ഓ പറഞ്ഞാൽ കേൾക്കൂല, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാ, അല്ലെങ്കിൽ എപ്പോഴും ഫോണിലായിരിക്കും, ഇങ്ങനെ എന്നും കംപ്ലൈന്റ് ആയിരിക്കും. ഇത് നമ്മൾ വിചാരിക്കും എന്ത്, ഇത് ചെറിയ കുട്ടികളായതുകൊണ്ട് പറയുന്നത് അല്ല. ഈ സാധനം എന്താണെന്ന് അറിയോ, നമ്മൾ വളർന്ന് നമ്മളെ കൂടെ അങ്ങനെ വളരും. എന്നിട്ട് നമ്മുടെ മക്കള് വലുതായി കഴിയുമ്പോൾ നമ്മളോട് എന്ത് കാണിച്ചാലും നമുക്ക് തൃപ്തിയാവില്ല. നമ്മൾ അവരെ കുറിച്ചിട്ട് കംപ്ലൈന്റ് മാത്രമേ പറയുള്ളൂ. ഇല്ലേ, ചില ഉമ്മമാരെ കണ്ടിട്ടില്ലേ, പെൺമക്കള് എന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും ഉമ്മമാർക്ക് തൃപ്തിയാവൂല. അത് ഞാൻ ഉണ്ടാക്കി അത്ര ശരിയായിട്ടില്ല എന്ന് പറയും. അഭിനന്ദിക്കൂല, ഒരിക്കലും അഭിനന്ദിക്കൂല. പിന്നെ എന്താ ചെയ്യാ, അത് ശരിയായിട്ടില്ല, കുറച്ചും കൂടി ഉപ്പിടണ്ടേ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ആക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഇത്തിരി ദേഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ഇത്തിരി ഒരു വലിയൊരു ഭാവത്തോടു കൂടിയൊക്കെ ആയിരിക്കും പറയാം. ഈ സാധനമൊന്നും അവർക്ക് പെട്ടെന്ന് വന്നതൊന്നുമല്ല കേട്ടാ, പണ്ടേ ഉള്ളതാണ്. അപ്പൊ നമ്മുടെ അടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് മക്കളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഇപ്പോഴേ മാറ്റുക. മക്കൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അവരോട് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ മക്കൾ വളർന്നു കഴിഞ്ഞാൽ നിൽക്കുന്നില്ല. മക്കൾ വളർന്നു കഴിയുമ്പോൾ നമ്മളും വളരുമ്പോൾ നമ്മുടെ കൂടെ ആ സാധനം വളരും. നമ്മൾ ചെയ്യേണ്ടത് നമ്മളിലേക്ക് നോക്കുക. അടിവരയിട്ടിട്ട് പറയാണ്, നമ്മുടെ കൂടെയുള്ള പ്രായമായ ആളുകളെ നമ്മൾ തിരുത്താൻ ശ്രമിക്കരുത്. എൻ്റെ ഒരു ചിന്തയുടെ, ഞാൻ മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ട് പറയുന്നതാണ്. നമ്മുടെ കൂടെയുള്ള പ്രായമായവരെ തിരുത്താനോ അവരെ മാറ്റാനോ നമ്മൾ ശ്രമിക്കരുത്. അവര് പ്രായമായി മാറേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ നോക്കേണ്ടത് നമ്മളിലേക്കാണ്. എന്നിൽ ഈ പറയുന്ന സ്വഭാവ വൈകല്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്. അതായത് ഞാൻ വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാ, ഇപ്പം മാറ്റിക്കോളാം. മാറ്റിക്കോളാം എന്ന് പറഞ്ഞാൽ മാറ്റാനുള്ള പരിശ്രമം നടത്തുക. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഒന്നും ഒരു ഓവർനൈറ്റിലൊന്നും ഈ സംഭവങ്ങളൊന്നും മാറൂല. നമ്മൾ നിത്യേന അതിലെന്താണ്, നമ്മളെ കുറിച്ചിട്ട് ഒരു വിശകലനം നടത്തി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റം വരേണ്ട, അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ട സംഗതികളാണ്. അതല്ലാതെ ഒറ്റ രാത്രി കൊണ്ടൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ മാറൂല. അപ്പൊ നമ്മളിലേക്ക് നോക്കുക, നമ്മളിൽ ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക, വിലയിരുത്തുക. എഴുതി വെക്കാൻ പറ്റുന്നവർ എഴുതി വെക്കുക. ഇന്ന കാര്യങ്ങൾ, അതായത് എല്ലാം ഒരുമിച്ചൊന്നും മാറ്റാൻ പറ്റൂല. പിന്നെ ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് അതിനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പോഴാണ് ഏറ്റവും നല്ല വിശ്വാസിയാവുന്നത്. വിശ്വാസിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഈ പ്രായമായി വരുമ്പോൾ എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.